സുമേഷ്, നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തിലെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു പുതിയൊരു മാറ്റം വരുന്നത് ഈ മുന്നണികൾ ഒരിടത്ത് നിൽക്കുന്നതിലും ഒരു ആദർശ ശുദ്ധിയോ ഒന്നുമില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. കാരണം ഇപ്പം ബി ഡി ജെ എസ് ഇപ്പം BJP മുന്നണിയിലാണ്, NDA മുന്നണിയിലാണ്. അവർ നേരെ LDFിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കാൽവയ്പ്പുകൾ നടത്തി കഴിഞ്ഞു. ഒരു CPM-ഉം BDJS-ഉം കൂടി അന്തർധാര നടത്തി കഴിഞ്ഞു, ചർച്ച നടത്തി കഴിഞ്ഞു. സീറ്റ് ധാരണ പോലും എത്തിക്കഴിഞ്ഞു, എത്ര സീറ്റ് വേണം എന്നുള്ള എത്തിക്കഴിഞ്ഞു എന്നുള്ള അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ രീതി ഉണ്ടല്ലോ, അത് ഇനിയും അങ്ങോട്ട് തന്നെ തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വല്ലാതെ ബോറടിക്കും കേരള രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് രാഷ്ട്രീയം ബോറടിക്കും എന്നുള്ളതിൽ കവിഞ്ഞ് BDJS NDAയിൽ തുടർന്നത് കൊണ്ട് ഇതുവരെ NDAക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ദോഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുമാണ് ഒരു വാസ്തവം. കാരണം ഈഴവ സമുദായാംഗങ്ങളായ വലിയൊരു വിഭാഗം പേർ ഇതിൻ്റെ BDS ചെയർമാനായ തുഷാർ വെള്ളാപ്പള്ളിക്കും അദ്ദേഹത്തിൻ്റെ പിതാവിനും ഒക്കെ എതിരെ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദോഷകരമായിട്ട് NDA ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ LDFിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സീറ്റ് വിഭജനവും 5 സീറ്റൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ടും വിജയസാധ്യതയുള്ള LDFന് ശക്തിയുള്ള അല്ലെങ്കിൽ ഈഴവിപ്രാന്തിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്ന് മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ബേപ്പൂരിൽ മരുമകന് മത്സരിപ്പിച്ചെടുത്തതുപോലെ ഏതെങ്കിലും വിജയ സാധ്യത ഉറപ്പുള്ള സീറ്റുകൾ 5 കൊടുത്താൽ പോലെ. അതാണ്. അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ വിജയിച്ചു വരും. അല്ല, അത് കാരണം പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിനകത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പൊളിറ്റിക്സോ ഇപ്പോൾ കാണുന്ന രീതികളായിരിക്കില്ല നമ്മൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോഴും ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് കേരളത്തിലെന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ആ കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തു എന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വോട്ടർമാർ ചിന്തിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് അനുഭവിച്ച ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അവരനുഭവിച്ച ഈ അഴിമതികൾ കോടികൾ അവർ കൊണ്ടുപോയാലൊന്നും അവർക്ക് പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത്യാവശ്യം ഗവൺമെന്റ് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അതിലങ്ങ് വീണിട്ട് വോട്ട് ചെയ്യും. നല്ല കാര്യം എന്താണ്? കടലയും പയറും. അതെ, അതാണ്. അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനാണ് സാധ്യത ഇപ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ വോട്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പം തമിഴ്നാട്ടിലും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, തെലുങ്കാനയിലും അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഉത്തർപ്രദേശിൽ പല പ്രദേശങ്ങളും അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും കേരള രാഷ്ട്രീയത്തിന് ഒരു വ്യത്യസ്തത ഉണ്ടെന്നും വലിയ പ്രബുദ്ധരാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ നമ്മളൊന്നും യാതൊരു പ്രബുദ്ധരും അല്ലെന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ഈ NDAന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണി തന്നെ നിൽക്കണമെന്നോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് അവരുടെ തീരുമാനമാണ്. ഒരു മുന്നണി തന്നെ എപ്പോഴും നിന്നുകൊള്ളണം, മറ്റു മുന്നണിയിൽ പോകരുതെന്നും വേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ നിലപാടുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറും. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ CPM-ന്റെ കാര്യമാണ് ചിന്തിക്കുന്നത്. BDS അവർക്ക് ഇത്രയും കാലമായിട്ട് ഒരു MP പോലും കിട്ടിയില്ല, ഒരു MLA പോലും കിട്ടിയില്ല. അത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ശരിയാണ്. കാരണം ഒരു MPയോ MLAയോ കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും പിന്നെ തുഷാറിന് ഒരു MP സ്ഥാനം, രാജ്യസഭാ സ്ഥാനം മറ്റെവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഒരു സഹമന്ത്രിയാവണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ അച്ഛനും പിതാവിനും ഉണ്ട്. വെള്ളാപ്പള്ളിക്കും കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിനകത്തുണ്ട്. ഒന്നുമില്ലെങ്കിലും എൻ്റെ മകൻ ഒരു സഹമന്ത്രിയായിട്ട് ഇങ്ങനെ ദേശീയ സ്റ്റേറ്റ് കാറിൽ വരുന്നതും കേന്ദ്രമന്ത്രി എന്നൊക്കെ പറയുന്നതൊക്കെ അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട്. ഇത്രയും കാലമായിട്ട് വലിയൊരു സമുദായത്തെ കൊണ്ടു നടക്കുകയും ആ സമുദായത്തിന് വേണ്ടിയിട്ട് വാ തുറന്നാൽ എപ്പോഴും ആ സമുദായത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു ആഗ്രഹം വച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് നമുക്ക് സുധാകർ വെള്ളാപ്പള്ളിയുടെ സൈഡ് നമുക്ക് പിന്നീട് സംസാരിക്കാം, രണ്ടാമത് സംസാരിക്കാം. CPM എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും CPM-ന് ഭയമുണ്ട്, അപകടം ഉണ്ട്, പരാജയമുണ്ട് എന്ന് തോന്നൽ കൊണ്ടാണ്, ഭയമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുറേ കാലം കുറേ പോയി. മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പെരുക്കി. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കുറേ കാലം കുറേ പോയി. അതിനെ മുസ്ലിം ലീഗിനെ കുറേ പിടിക്കാൻ നോക്കി. പിന്നെ എന്നപ്പോൾ ഇപ്പുറത്തുനിന്ന് മാണി കോൺഗ്രസിനെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. ഇനി തുഷാറിനെ ഇവിടെ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ BDJS-നെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വല്ലാത്ത അപകടം ഉണ്ട് എന്ന് മണക്കുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് രണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് ഈഴവ സമുദായത്തിൽ SNDP-യുടെ ശാഖകളിൽ പോലും CPM-ന്റെ അംഗങ്ങൾ ആധിപത്യം ഉറപ്പിക്കണമെന്നും അവരുടെ നിയന്ത്രണമൊക്കെ നമുക്ക് പിടിച്ചെടുക്കേണ്ടതുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് അവരൊരു സംഭവം നടത്തിയിരുന്നു. കാരണം
കേരളത്തിലെ വലിയൊരു വിഭാഗം, പ്രബല വിഭാഗമാണ് ഈഴവ സമുദായങ്ങൾ. അവരുടെ വലിയൊരു വോട്ട് വിഹിതമുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ദൈവദശകം ചൊല്ലുന്നതിന് വിലക്കേർപ്പെടുത്തിയതും അവിടെ ശവസംസ്കാര ചടങ്ങുകൾ പാർട്ടി ഇടപെട്ടതും നിയന്ത്രിച്ചതും ഒക്കെ വലിയ വിഷയമായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്തായിരുന്നാലും ഇത് BDJS സംബന്ധിച്ചിടത്തോളം മൂന്നാമതൊരു തവണ കൂടി, കാരണം UDF കാര്യം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, പറയാൻ പറ്റില്ല, എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോഴും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് യുവമാർ എന്ത് നാറിയ കളിയും കളിക്കുന്നവരാണ് LDF. എന്ത് നാറിയ കളിയും അവർ അധികാരം പിടിക്കാൻ അവർ കളിക്കും. അപ്പം അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ 99 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ 99 സീറ്റിൽ ഒരു 10-20 സീറ്റ് കുറഞ്ഞാൽ പോലും അവർക്ക് അധികാരത്തിൽ വരാം. അതുകൊണ്ട് അവരിപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ പണി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവിടെ മാധ്യമ സിൻഡിക്കേറ്റ് പണി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കാരണം UDF തമ്മിൽ തല്ലും തർക്കങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അത് രൂക്ഷമാണെന്നും APCC അധ്യക്ഷനെ മാറ്റാൻ പോവുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ ഒരു അജണ്ട ഇപ്പം തന്നെ അവർ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 1-1.5 വർഷത്തിനകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ അവർ കുത്തിവെച്ച് കൊടുക്കുകയാണ്. കാരണം UDF തമ്മിലടിയാണ്, അവർക്ക് ഒരു കാലത്തും അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു ബോധം ഇപ്പം തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്ന് കുത്തിവെക്കാൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുകൊണ്ട് ഈ ഒരു കാലയളവ് കൊണ്ട് 1-1.5 കൊല്ലത്തെ കാലയളവ് കൊണ്ട് ഇത് ജനങ്ങളുടെ മനസ്സിലേക്ക് അവർ ഇറക്കി വയ്ക്കും. മാധ്യമങ്ങൾ ഇറക്കി വയ്ക്കുന്നതോടുകൂടി വോട്ട് സ്വാഭാവികമായിട്ടും LDF പോകും. BJP എന്തായിരുന്നാലും അടുത്ത തവണയൊന്നും അധികാരത്തിൽ വരാൻ അല്ല. ഈ BJP മുന്നണിയിൽ നിൽക്കുന്ന തുഷാർ ഇത്രയും, അല്ലെങ്കിൽ അവരുടെ BDJS ഇത്രയും കാലം നിന്നിട്ട് എന്തുകൊണ്ടാണ് അവരതിൽ നിന്ന് വിട്ടുമാറുന്നത് എന്നുള്ളത് അവരുടെ ഒരു ന്യായം വന്നാൽ അവർക്ക് ഇതുവരെ MLA കിട്ടിയിട്ടില്ല, ഒരു MP കിട്ടില്ല, ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. അത് BJPക്കും കിട്ടിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. ഈ അടുത്ത കാലത്താണ് MLA കിട്ടി, ഒരു MLA കിട്ടിയത് അത് കൊണ്ട് കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഒരു MP കിട്ടി. അത് എത്രയോ വർഷത്തെ ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം അദ്ദേഹം അവിടെ മത്സരിച്ച് ഫൈറ്റ് ചെയ്ത് തോറ്റ് വീണ്ടും ജയിച്ചു എന്ന്, അങ്ങനെയാണ് ജയിച്ചു വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു BDJS അത് അവരുടെ ശക്തി അവർ ഇതുവരെയും തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ആദ്യമേ പിന്നെ സുമേഷ് പറഞ്ഞത്. അതായത് BDJS കൊണ്ട് NDF അതായത് BJP മുന്നണിക്ക് വലിയ ഗുണം ഉണ്ടായിട്ടില്ല എന്നത് ശരിയാണ്. ഇവരുടെ ഉദ്ദേശം എന്താണ്? അതായത് ഈഴവ സമുദായത്തിനെ സംരക്ഷിക്കലാണോ അതോ സ്ഥാനങ്ങൾ നേടുകയാണോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ എനിക്ക് തോന്നുന്നത് ഈഴവ സമുദായത്തിനോടുള്ള സ്നേഹമല്ല, അധികാരം കിട്ടണം. ഈഴവ സമുദായത്തിനുള്ള സ്നേഹമല്ല അത് എല്ലാവർക്കും. BJPയുടെ ഇപ്പോഴത്തെ തലവത്തിരിക്കുന്നവർ കൂടുതലും പിന്നെ ഈഴവ സമുദായങ്ങളാണ്. അപ്പൊ ആ മുന്നണിയാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത്. സുരേന്ദ്രൻ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ അതിലുള്ള പ്രധാനപ്പെട്ട മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഏറ്റവും പ്രമുഖർ ആ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ സമുദായത്തിന് ഒരു ഉയർന്ന സ്ഥാനം, ഒരു സ്ഥാപനം വേണമെങ്കിൽ അതിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് ആഗ്രഹം ഈ ഇപ്പുറത്ത് വന്നിട്ട് വെള്ളാപ്പള്ളിയുടെ ഐഡിയ ആണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി വിഭാഗക്കാരാണ് ഇപ്പം ഈ BDJSനകത്ത് ഈ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നതാണ് അറിയുന്നത്. അവര് പിന്നെ കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ട്, കോട്ടയത്ത് ഒരു ക്യാമ്പ് നടന്നവരുടെ ആ സമ്മേളനത്തിൽ വെച്ച് അവരൊരു പ്രമേയം പാസ്സാക്കുന്നത് പോലെ തന്നെ വിവരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് മാറണം. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷണത്തിലാണ്. കാരണം NDAയിൽ നിന്ന് ഒരുപക്ഷെ NDA ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതൊന്ന് വിട്ടുപോയാൽ മതിയെന്നായിരിക്കും അവരാഗ്രഹിക്കുന്നത്. കാരണം BDJSനെ കൊണ്ട്, കാരണം തെരഞ്ഞെടുപ്പ് കൊണ്ട് കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ BDJSനെ കൊണ്ട് അത്തരത്തിൽ NDAക്ക് ഗുണം ഒന്നും ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള കേസിൻ്റെ അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. പക്ഷേ അവർ ഈ പിണറായി വിജയനെതിരെ തന്നെ എത്രയോ കേസുകൾ വന്നു. SFIO അന്വേഷിക്കുന്നുണ്ട്, പിണറായി വിജയന്റെ മകളുടെ കാര്യം ED അന്വേഷിക്കുന്നുണ്ട്, ലാവലിൻ കേസ് സുപ്രീം കോടതി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതുവരെ ഒരു നീക്കുപോക്കും ആയിട്ടില്ല. അതായത് പ്രതികാര ബുദ്ധിയോടുകൂടി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ അങ്ങനെയല്ല. ഇപ്പോൾ വെള്ളാപ്പള്ളിയെയോ തുഷാർ വെള്ളാപ്പള്ളിയെയോ ഒരു കേസിൽ കൊടുക്കാൻ ഈ പറയുന്നത് പോലെ പിണറായി പോലീസിന് വലിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമൊന്നും. പക്ഷെ അവർക്ക് പിന്നെ കേന്ദ്രത്തിൽ വെച്ചുള്ള സ്വാധീനം വെച്ചുകൊണ്ട് അവർക്ക് അതിനൊക്കെ തടയിടാൻ കഴിഞ്ഞേക്കുമെങ്കിൽ പോലും ഇപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്? കാരണം NDA വിട്ട് വന്ന് LDFലേക്ക് വന്നാൽ ഇപ്പോൾ 5 സീറ്റിൽ ചിലപ്പോൾ ഒരു 2-3 സീറ്റ് പിടിച്ചാൽ പോലും ഒരു മന്ത്രിസ്ഥാനം ആലപ്പുഴ തന്നെ 4 സീറ്റ് കൊടുക്കാന്നാണ്. അല്ല, മൊത്തം അതെ, ആലപ്പുഴ 4 സീറ്റും 3 സീറ്റും
തിരുവനന്തപുരത്തൊന്ന്, കോട്ടയത്തൊന്ന്, അങ്ങനെ 5 സീറ്റ്. അല്ല 5 സീറ്റ് ആയിക്കോട്ടെ. അവിടെ ഒരു കാരണവശാലും BDJSന്റെ സ്വാധീനം കൊണ്ട് LDF ജയിക്കില്ല. LDFന്റെ സ്വാധീനം കൊണ്ട് BDJS എങ്കിലും ഈ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകകക്ഷി മുന്നണിയിലേക്ക് അധികം വന്നു എന്ന് പറയുമ്പോൾ ഒരു പുതുരക്തം വന്നു എന്നുള്ളൊരു തോന്നലാണ്. അതിന്റെ ഭാഗമായിട്ടൊരു ഇമേജ് ഉണ്ടാകും. ഒരു ഘടകകക്ഷി ഒരു മുന്നണിക്ക് ഒരു ഇമേജ് ഉണ്ടാകും. അതുകൊണ്ടാണ് ബാലകൃഷ്ണപിള്ളയുടെ പിന്നെ ഗണേശന്റെ ഗ്രൂപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയാ കടുങ്കൈ ചെയ്തിരിക്കുന്നത്. കാരണം അവരുടെ മകൾ ഷെറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് ഈ ഗണേശന്റെ പാർട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് പോയാൽ പോലും മോശമാണ്. അതായത് വോട്ട് പോകുമെന്നല്ല, മുന്നണിക്കൊരു ഇമേജ് ഉണ്ടാവും. അതിനിതാ LDF ഒരു ഘടകകക്ഷി പോയി എന്നുള്ളൊരു വാർത്ത അത് വല്ലാതെ വോട്ടിനെ ബാധിക്കും. അതുകൊണ്ടാണ് മനഃപൂർവ്വം അതിനുവേണ്ടി മാത്രമാണ്. അല്ലാതെ അവർക്കറിയാം ഇത് വലിയ അപകടമാണെന്നും നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ എതിർപ്പുണ്ടാകുമെന്നും ഗവർണർ ഇത് ഒപ്പിടാൻ സാധ്യത കുറവാണെന്നും ഒക്കെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. തീരുമാനം എടുത്തില്ലെങ്കിൽ ഗണേശ് പണങ്ങിയാലോ എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് അതെ അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ തുമ്പിൽ നിൽക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പിന്റെ തുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പരീക്ഷണത്തിന് CPM തയ്യാറല്ല എന്നുള്ളതാണ് CPM ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ CPM ഒരു ഘടകകക്ഷി, അതും BJP ഘടകത്തിൽ നിന്നും ഒന്ന് വരുമ്പോൾ അവർക്കതൊരു വലിയൊരു വെയിറ്റ് ആണ്. അത് ജനങ്ങളുടെ മുന്നിൽ ഇനിയിപ്പോ കമ്മികൾക്ക് ആഘോഷിക്കാൻ ഒരു കാര്യമല്ലോ. BDJS NDAയിൽ എന്തായിരുന്നു എന്നുള്ള കാര്യം ആൾക്കാർക്കറിയാം. കമ്മികൾക്ക് അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അല്ലല്ല, കമ്മിക്ക് മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് വരുമ്പോൾ ആ വോട്ടിംഗ് ഉത്സവം വരുമ്പോഴേക്കും ഇതൊക്കെ വല്ലാത്തൊരു ഗുണമായിട്ടാണ്. എന്തായാലും ഇതിൽ വളരെ ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം, ഇവരൊക്കെ ഈ രാഷ്ട്രീയത്തിനും അധികാരത്തിനും ഒക്കെ വേണ്ടി നടത്തുന്ന വടംവലികൾക്കിടയിൽ കിടന്ന് ഈ നരകിക്കുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളാണെന്നുള്ളതാണ്. ഇവരെയൊക്കെ ചുമക്കാനും ഇവരുടെയൊക്കെ ചെലവുകൾ, പിന്നെ എന്താണ് ചികിത്സയും എല്ലാ സകല ചെലവുകളും വാങ്ങുന്ന ചെലവ് വരെ നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങൾ വഹിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവുകയും നമ്മളെ നികുതികളായും ഈ പിഴകളായും ജനങ്ങളെ പിഴിഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അടിമത്തം. ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോകണം. ഇനി ഇലക്ഷൻ ഫണ്ട് പിരിവുണ്ട്, നമുക്കൊന്നും കൊടുക്കേണ്ട. ഇവിടെ എത്രയോ ജനങ്ങളുടെ എത്രയോ സ്ഥാപനങ്ങൾ ഇതിന്റെ പേരിൽ ഇനി അടികിടക്കും. അത് വേറെ ഒന്നുമല്ല, CPM-കാർ തന്നെയാണ്. വേറെ ആരും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ, ചിന്താശേഷിയുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ. സമുദായവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് ഈ വോട്ട് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ജനങ്ങൾക്കുണ്ടാവട്ടെ. അല്ലാതെ ഉളുപ്പം തുറന്ന കടലയും പഴകിയ പപ്പടവും കുറച്ച് ഒരു തുണിസഞ്ചിയിലിട്ട് തരുമ്പോൾ അയ്യോ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് വോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 10-100 രൂപയുടെ സാധനമായിരിക്കും. ആ 100 രൂപയുടെ സാധനത്തിന് വേണ്ടി വീണ്ടും 5 കൊല്ലം നമ്മൾ അനുഭവിക്കണം. അതുകൂടി കേരളത്തിലെ ജനങ്ങളൊന്ന് ഓർമ്മിച്ചോ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.